ആർക്കും കിട്ടുന്നില്ല ഭഗവാനെ എന്നാണ്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കും ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ക്യൂ ഒക്കെ നിന്ന് ഇടിയുണ്ടാക്കി ഒരു തരത്തിലൊക്കെ അവിടെ മുൻപിലെത്തുമ്പോൾ അവിടെ ചെന്നിട്ട് മുന്നിൽ ചെന്നിട്ട് കണ്ണങ്ങട് അടച്ചിട്ട് ഇങ്ങോട്ട് പോരും. 1 സെക്കൻഡിൻ്റെ ഉള്ളിൽ അവർ തള്ളി ഒന്തി മാറ്റുകയും ചെയ്യും അവിടുന്ന്. ആ കഷ്ടപ്പാട് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അയ്യോ അവിടെ ചെന്നപ്പോൾ കാണാൻ പറ്റിയില്ല, കണ്ണടച്ചു പോയി, കണ്ടില്ല, ഉന്തി തള്ളി മാറ്റി. മണിക്കൂർ എത്ര നിന്നു ക്യൂവില്? അടുത്ത മാസം പിന്നെയും പോകും. കാണാൻ പറ്റുമോ? ഇല്ല. വ്രതങ്ങൾ ധാരാളം എടുക്കും. ഏകാദശി, പൗർണമി, തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം 7 ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് 7 ദിവസത്തിൽ ചുരുക്കും. ബാക്കിയുള്ള അല്ലെങ്കിൽ കൂടുതൽ എടുത്തേന് എല്ലാം എടുക്കും. ഒരിക്കലെങ്കിലും 1 സെക്കൻഡിൽ 1 അംശത്തിലെങ്കിലും ഭഗവാന്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ മനസ്സിൽ ഭഗവാൻ വന്നിട്ടില്ല. അവിടെ അപ്പോഴും ഉള്ളത് എന്നതൊക്കെയാണ്? ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള വ്യക്തികളോ പദാർത്ഥങ്ങളോ വസ്തുക്കളോ രൂപങ്ങളോ പേരുകളോ ആണ് എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞൊരവസ്ഥ ഉണ്ടാവുന്നില്ല. കാലങ്ങൾ നടന്നാലും. പക്ഷെ ആ കുട്ടിയുടെ മനസ്സ് വളരെ നിർമ്മലമായിരുന്നു എന്നാണ്. അവിടെ പ്രപഞ്ചത്തിലുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാളും ഉണ്ടായില്ല. അമ്മയില്ല, അച്ഛനും ഇല്ല, ഭർത്താവും ഇല്ല, ഭാര്യയില്ല, കുട്ടിയില്ല. അല്ലെങ്കിൽ അത് വേണം, ഇത് വേണം, ഇത് വേണം, അത് വേണം എന്നുള്ള ചിന്തയും ഇല്ല. ഒരേ ഒരു കാര്യം മാത്രമേ മതിയായിരുന്നുള്ളൂ ധ്രുവന്. ആരെയാണ്? ഭഗവാനെ കിട്ടണമായിരുന്നു. അത് മാത്രം മതിയായിരുന്നു എന്നുള്ളത് കൊണ്ട് മറ്റൊന്നും ആ മനസ്സിലില്ല. മനസ്സിങ്ങനെ മാലിന്യങ്ങളെ കൊണ്ട് നിറഞ്ഞ് സ്വാർത്ഥതയും കോപവും ദേഷ്യവും മതമാത്സര്യാദികളും കലഹങ്ങളും വെച്ചിട്ടാണ് നാമം ചൊല്ലണതും വ്രതം എടുക്കുന്നതും ക്ഷേത്രത്തിൽ പോണതും തീർത്ഥാടനത്തിന് പോണതും തപസ്സിരിക്കുന്നതും ഒക്കെ. ഭഗവാൻ അതിൻ്റെ 7 അയൽവക്കത്തേക്ക് വരുമോ? കാണാൻ പറ്റുമോ? പറ്റില്ല. അപ്പം നാമരൂപങ്ങൾ അകന്ന് മനസ്സ് നിർമ്മലമായി അന്ധകരണ ശുദ്ധി ഇല്ലാത്തത് കൊണ്ട് മറ്റാർക്കും സാധിക്കുന്നില്ല. പക്ഷെ ആ മനസ്സ് നിർമ്മലമായിരുന്നു എന്നുള്ളത് കൊണ്ട് സമാധിയിലേക്ക് എത്താൻ യാതൊരു തടസ്സം ഉണ്ടായില്ല ധ്രുവനും. നാരദർ പറഞ്ഞു കൊടുത്ത ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ഒരു രൂപം, വനമാല ധരിച്ച്, പീതാംബരം ധരിച്ച്, ശംഖചക്ര ഗദാപത്മങ്ങൾ ധരിച്ച് ആ ഭഗവാന്റെ രൂപത്തെ മനസ്സിൽ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് ആ രൂപത്തിൽ തന്നെ ലയിച്ച് ധ്രുവൻ 1, 2, 3, 4, 5 മാസങ്ങൾ അതേ സമാധിയിൽ ഇരുന്ന് 6ാമത്തെ മാസമായപ്പോഴേക്കും പ്രപഞ്ചം വ്യഷ്ടി സമഷ്ടിയൊക്കെ ഐക്യരൂപം കൊണ്ടിട്ട് ശരീരത്തിലെ പ്രാണൻ അങ്ങോട്ട് നിന്നു. എല്ലാവരുടെയും പ്രപഞ്ചത്തിൽ തന്നെ പ്രാണൻ നിശ്ചലമായിട്ട് എല്ലാ പ്രാണനും ഒന്നു ചേർന്നിട്ട് ഈ ചെറിയ കുട്ടിയിലേക്ക് വന്നു ചേർന്നു എന്നാണ്. പ്രപഞ്ചവും മുഴുവനും സ്തബ്ധമായിട്ട് പോയി. ആർക്കും ശ്വാസനിശ്വാസങ്ങൾ ഇല്ലാത്ത അവസ്ഥ. എല്ലാവരും നിശ്ചലമായിട്ട് തീർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നാണ്. അപ്പോഴാണ് കാര്യം എന്താണെന്ന് അന്വേഷിച്ച് ദേവന്മാരൊക്കെ ഭഗവാന്റെ അടുത്ത് എത്തിയപ്പോൾ പറഞ്ഞു, പേടിക്കണ്ട, എന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കുട്ടി വന്നിരിക്കുന്നുണ്ട്, 6 മാസമായി. ഞാൻ എന്തായാലും അവൻ്റെ അടുത്തേക്ക് ചെല്ലട്ടെ, നിങ്ങൾ വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ എത്തിയതെന്നാണ്. അവിടെ വന്ന് കുറച്ച് ദൂരം നിന്നിട്ട് നോക്കി തൻ്റെ ഭക്തനെ. വളരെ കാരുണ്യത്തോട് കൂടിയിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കി നിന്നു. എത്രയൊരു ഭക്തിയോട് കൂടിയിട്ട് കണ്ണുകൾ അടച്ച് ഒരു ഭാഗമൊക്കെ, ഭൂമിയൊക്കെ ഒരു ഭാഗം ആ കാലിലേക്ക് മുഴുവൻ പ്രാണനും വന്ന് ചേർന്നപ്പോഴുള്ള ശക്തി കൊണ്ട് ഭൂമി തന്നെ താണു തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന് ഭഗവാൻ നോക്കി നിന്ന് വിളിച്ചു, പേരെടുത്ത് വിളിച്ചപ്പോൾ കേൾക്കുന്നില്ല. കാരണം എല്ലാം തന്നിലേക്ക് ലയിപ്പിച്ച ബാഹ്യ ഇന്ദ്രിയങ്ങളോ ആന്തരികമായിരിക്കുന്ന ഇന്ദ്രിയങ്ങളോ ഒന്നും പ്രവർത്തിക്കാതെ നിർവികൽപമായ ഒരു സമാധിയിലിരുന്ന ധ്രുവന് തന്നെ വിളിക്കുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. ആ രൂപത്തിൽ, ഹൃദയത്തിൽ തെളിഞ്ഞ ഭഗവത് രൂപത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അതുകൊണ്ട് മറ്റൊന്നും കേട്ടില്ല എന്ന് ഭഗവാൻ മനസ്സിലായി, വിളിച്ചിട്ട് കാര്യമില്ല എന്ന്. അപ്പോൾ ഏതൊരു